എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും നമ്മൾ ഡീസൽ വണ്ടികളാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പെട്രോൾ വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് 2022 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ജി ഓട്ടോമാറ്റിക് വാഹനമാണ്. നമുക്ക് ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. 41,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടി ഓടിയിരിക്കുന്ന ഈ വാഹനത്തിൽ ഒരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല. ഗ്ലാസുകളെല്ലാം ഒറിജിനൽ കമ്പനി 2022 സീരീസിൽ തന്നെ ഉള്ളതാണ്. പെയിൻറ്റ് ഫുള്ള് കമ്പനി ഒറിജിനലാണ്. ഈ ബമ്പറിലൊക്കെ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ വേറൊരു റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വാഹനം 2 ലക്ഷം കിലോമീറ്റർ കമ്പനി ടൊയോട്ടയുടെ ഓൾ ഇന്ത്യ വാറണ്ടിയിലുള്ള വാഹനമാണ്. അതാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ വശങ്ങളും, ഡോറുകൾ, ഡിക്കി, ബോണറ്റ് തുറന്ന്, എൻജിൻ റൂം, ബോണറ്റ്, ഇൻറ്റീരിയറൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ആഫ്റ്റർ ഇവർ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വുഡൻ പാനലും അതായത് വുഡൻ ഫിനിഷിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഓരോ വശങ്ങളിലെ ഡോറുകളും, ഡിക്കി, ബോണറ്റ്, സ്റ്റെപ്പിനി, ടയർ ഭാഗം, അങ്ങനെ എല്ലാ വശങ്ങളും നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല ക്ലീനാണ്. പെയിൻറ്റിങ് കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയാവുന്നു. വൈറ്റ് കളറിൽ നല്ല കമ്പനി പെയിൻറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ ബോഡി ലൈനോ കാര്യങ്ങളോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും വന്നിട്ടില്ല. ചെറിയ സ്ക്രാച്ചുകളേ ഉള്ളൂ. അതൊക്കെ നമുക്കൊന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോഴത്തേന് ക്ലിയർ ആവും. ബാക്കി നമുക്കിനി ഓരോ ഡോറുകൾ തുറന്ന് പരിശോധിക്കാം. ഈ ഡോറ് തന്നെ പരിശോധിക്കാം. ഇതിൻ്റെ കമ്പനി പേസ്റ്റിങ് നിങ്ങൾക്ക് കാണാം. കമ്പനി പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല കൃത്യമായിട്ട് ഇതിൽ ഉണ്ട്. ഡോർ പാടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ വുഡൻ ഫിനിഷിലുള്ള ഈ ഡോർ പാഡിലെ കാര്യങ്ങളൊക്കെ ഇവർ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയർ ഫുള്ള് ബ്ലാക്കിലാണ് വരുന്നത്. അത് ഞാൻ പുറകെ കാണിക്കാം. ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് പോവാം. സോറി, ഒരു മിനിറ്റ്. ഇതിൻ്റെ ഇവിടെ കാണിച്ചില്ല, നമ്മൾ പില്ലറിൻ്റെ ഭാഗങ്ങളൊന്നും കാണിച്ചില്ല. അത് നമ്മൾ കാണിക്കാം. വലിച്ചാൽ പോലും വരികയില്ല. നോക്കുക, ഇത് കണ്ടല്ലേ, വണ്ടിയുടെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ മേള് വശവും കൂടെ നമുക്ക് തുറന്ന് കാണാം. കണ്ട, ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പുറകിലത്തെ ഡോറുകളിലേക്ക് പോവാം. ഈ ഡോറിൻ്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത്. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ, നല്ല ഫിനിഷിങ്ങിൽ, വുഡൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സൈഡിലത്തെ പില്ലറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലീനാണ്. കമ്പനി ഒറിജിനൽ പഞ്ചിങ് ആണ് വന്നിട്ടുള്ളത്. മുകൾ സൈഡും നമുക്ക് ഒന്ന് തുറന്ന് കാണാം. ഇവിടുത്തെയും പഞ്ചിങ് ഓക്കെയാണ്. ഒരു ഗ്ലാസ് പോലും, സിംഗിൾ ഗ്ലാസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല. എല്ലാം 2022 കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് ആ ഇറങ്ങിയ സമയത്തുള്ള അതേ ഗ്ലാസ്സുകൾ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷിങ്ങുള്ള സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്താണെങ്കിൽ ക്രിസ്റ്റയുടെ ഈ റണ്ണിങ് ബോർഡിന് മുകളിലായിട്ട് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല രസമാണ്. പിന്നെ ടയറിൻ്റെ ഞാൻ എടുത്ത് പിന്നീട് പറയാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡെൻറ്റോ, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ഡിക്കിയിലേക്ക് വരാം. ഡിക്കിയിലേക്ക് വരുമ്പോൾ ഈ ടെയിലൈറ്റിലൊന്നും ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് ഇടയ്ക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇത് പെട്രോൾ വേരിയൻ്റ് വണ്ടിയാണ്. 2.7 ജി ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് തുറന്നൊന്ന് പരിശോധിക്കാം. ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി എത്രയും വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന്. അത്രയും മനോഹരമായിട്ടാണ് ഇതിനകം ഇരിക്കുന്നത്. പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അഡീഷണൽ വണ്ടിയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ബമ്പറിൻ്റെ മേളിൽ. ഇവിടെ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഡാമേജോ കാര്യങ്ങളോ പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വശവും സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെയും വേറെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് ഈ സൈഡ്
ഒന്ന് തുറന്ന് കാണാം. ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ പുറകുവശം ഒന്നും കൂടെ കാണാം. ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഗാർണിഷ് വന്നിട്ടുണ്ട്. നല്ല രസമാണ്. വണ്ടിയുടെ ബാക്ക് വശം കാണാനായിട്ട് നല്ല രസമാണ്. എക്സ്ട്രാ ആയിട്ട് ഈ ബമ്പറിലും ഈ ഫിറ്റിങ്സൊക്കെ വന്നപ്പോഴത്തേന് ഒന്നും കൂടെ നല്ല രസമാണ്. സ്റ്റെപ്പിനി അധികം ഇല്ല, ഒരു 60% ഉള്ളൂ സ്റ്റെപ്പിനി. ഈ വശങ്ങളിലേക്ക് വരുമ്പോഴും കമ്പനി പെയിൻറ്റിങ്ങിൻ്റെ ആ ഫിനിഷിങ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ബോഡി ലൈനാണെങ്കിൽ ഈ താഴെ വരുന്ന ബോഡി ലൈനും ഇതിൻ്റെ താഴെ വരുന്ന എല്ലാം നല്ല ഫിനിഷിങ്, ഈ വീലാർച്ചിൻ്റെ ഫിനിഷിങ്ങും എല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡോറൊന്ന് തുറന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഇരിക്കുന്നത്. ഡോർപാടും കാര്യങ്ങളും എല്ലാം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ് നമുക്ക് നോക്കാം. ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഈ മേളുവശത്തേക്ക് വരുമ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഇത് വലിച്ചാൽ വരത്ത് പോലും ഇല്ല. അതാ ഇവിടെ എല്ലാം നല്ല ക്ലീൻ വണ്ടിയാണിത്. ഇൻറ്റീരിയർ ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. ഇൻറ്റീരിയറൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ അകവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒറിജിനലാണ്. ഈ ഡോർപാടും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേന് റെഡിയാവും. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ മേളുവശത്തെയും തുറന്ന് കാണിക്കാം. ഇവിടെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ ഈ വശമാണ് നോക്കുന്നത്. ഇവിടുത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം എ പില്ലർ, ബി പില്ലർ, സി പില്ലർ എല്ലാ പില്ലറുകളിലും ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് കിടക്കുന്നത്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഡോറ്, ഡിക്കി എന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വണ്ടിയുടെ ബോണറ്റ് തുറന്ന് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. പെട്രോൾ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനി തുറന്ന് കാണാം. ബോണറ്റിലോട്ട് വരുമ്പം ഈ പേസ്റ്റിങ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓൾ ഒറിജിനലായിട്ടാണ് ഇരിക്കുന്നത്. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊന്നും അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും പൊട്ടിപ്പോയിട്ടില്ല. പൊതുവെ ഇങ്ങനെ ഈ നോവ ക്രിസ്റ്റ വണ്ടികളിൽ ഇത് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പുറമുണ്ട് ഭാഗത്തോട്ട് വന്നാൽ അപ്പുറമുണ്ട് പേസ്റ്റിങ് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ അതിലൊന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഫ്രണ്ട് ഭാഗത്തും ഇവിടെ ഒന്നും അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓൾ ഒറിജിനലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകവശത്തേക്ക് നിങ്ങൾക്ക് കാണാം. അകത്ത് വന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒറിജിനലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ എൻജിൻ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളോ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പെട്രോൾ എൻജിൻ്റേതായ ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് നല്ല സൈലൻ്റ് ആണ്. അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കേൾക്കാം. പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓടിക്കാനും നല്ല സുഖമാണ് വാഹനം. അപ്പോൾ ഇനി നമുക്ക് എൻജിൻ റൂമിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ കാണാം. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡാഷ്ബോർഡും ഒക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. സെൻട്രൽ കൺസോളുകൾ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ജി ഓട്ടോമാറ്റിക്കാണ്. 2.7 G ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ മീറ്ററിൻ്റെ മേൽവശമൊക്കെ ഒരു വുഡൻ ഫിനിഷിൽ ഇവർ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം ഈ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സീറ്റുകളിലേക്ക് വരുമ്പോൾ അതും ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്ന കമ്പനിയുടെ ഒറിജിനൽ സീറ്റ് കവേഴ്സും സീറ്റുമാണ് ഉള്ളത്. ഇതിൻ്റെ അകവശം നിങ്ങൾക്ക് കാണാം ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്.
വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സീറ്റിൽ എങ്ങും വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ പുറകു വശം കൂടി ഒന്ന് പരിശോധിക്കാം. പുറകുവശത്തെ സീറ്റുകൾ പരിശോധിക്കാം. പുറകുവശത്തേക്ക് വരുമ്പോഴും പുറകു ഡോർപാടുകളിലും ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റുകളെല്ലാം വളരെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് ഫിനിഷാണ്. അകത്തെ ഫ്ലോർ മാറ്റും കാര്യങ്ങളും എല്ലാം ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പുറകിലത്തെ നിര സീറ്റുകളും വളരെ വൃത്തിക്ക് തന്നെ ബ്ലാക്ക് ഫിനിഷിലാണ് ഇരിക്കുന്നത്. റൂഫിലേക്ക് വരുവാണെങ്കിൽ റൂഫും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പെട്രോൾ വേരിയൻറ്റ് വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗം കൂടി ഒന്ന് പറയാം. ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. മാത്രമല്ല ബ്രിഡ്സ്റ്റോണിൻ്റെ പുതിയ ടയറുകളാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടയറിൻ്റെ ഭാഗത്തേക്ക് ഉടനെ എങ്ങും ചിന്തിക്കേണ്ട. വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറുകളാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. നമ്മളുടെ 2-3 വീഡിയോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളോട് ഈ വിറ്റ വാഹനങ്ങളുടെ വില എത്രയാണ്, അല്ലെങ്കിൽ ആർക്കാണ് കൊടുത്തത്, അവരുടെ നമ്പർ തരാമോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും കോൺടാക്ട് ചെയ്യാറുണ്ട്. ദൈവത്തെ ഓർത്ത് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യത്തില്ല. കാരണം നാളെ അവരത് കൊടുക്കാനുള്ളൊരു വാഹനമായിരിക്കാം. നമ്മളുടെ നിന്ന് എടുത്ത് അവർ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒരു പോളിസിയാണ്, നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യത്തില്ല. പിന്നെ നമ്മളുടെ സർവീസ് എങ്ങനെയുണ്ട്, നമ്മളുടെ ഡീലിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ആരുടെയും റെഫറൻസ് നമ്പർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ അവരോട് സംസാരിച്ച് അവർ പെർമിഷൻ തരുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്പർ തരാം. നമുക്കത് എവിടെയുള്ള ആളുകളുടെ വേണമെങ്കിലും നമ്പർ തരാം. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ നിരവധി വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ വേണമെങ്കിലും നമ്പർ നമുക്ക് തരാം. പക്ഷേ ആദ്യമേ അവരുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് നമ്പർ തരുള്ളൂ. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 2016 തൊട്ട് 2023 വരെയുള്ള എല്ലാ വേരിയൻറ്റിലും ഉള്ള ഇന്നോവ ക്രിസ്റ്റകൾ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് വണ്ടികൾ വളരെ ചുരുക്കമാണ് നമുക്ക് കിട്ടാറുള്ളത്. വൈറ്റ് വണ്ടികൾക്കാണ് സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്വയർമെൻ്റ് ഉള്ളത്. നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 8 സീറ്റർ ഇന്നോവ ക്രിസ്റ്റ വി വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് NOCക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അപ്പോൾ ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങണം. കാരണം നമ്മുടെ കയ്യിൽ നിന്നല്ല, വേറെ ആളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരുപാട് ലെങ്ത് ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് നോക്കി വാങ്ങണം, പിന്നെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ടോപ്പിക്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനം എന്ന് പറയുന്നത് 2022 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ. പ്രത്യേകം എടുത്തു പറയുകയാണ്, വീഡിയോയുടെ ആദ്യവും പറയുകയാണ്, ഇപ്പോഴും പറയുവാണ്, ഇത് പെട്രോൾ വാഹനമാണ്. അപ്പോൾ പെട്രോൾ വാഹനങ്ങൾ നോക്കുന്നവർക്ക് വൈറ്റ് കളറിൽ 7 സീറ്ററിൽ വരുന്ന നല്ല ഒരു അടിപൊളി വണ്ടിയാണ്. 41,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പെട്രോൾ വേരിയൻറ്റിലുള്ള ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 19,65,000 രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ പെട്രോൾ വണ്ടി നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ വാഹനം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വാഹനവും ഉള്ളത് ഡൽഹിയിൽ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണുള്ളത്. ഞാനും ഡൽഹിയിലാണുള്ളത്. നമ്മൾ കുറച്ച് ദിവസത്തേന് ഡൽഹി വന്നിട്ട് വണ്ടികൾ നോക്കിയെടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇവിടെ താമസിക്കുന്നത്, ഇത് തന്നെയാണ് എൻ്റെ ജോലി. ഫുൾ ടൈം വർക്ക് ഇത് തന്നെയാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടൊയോട്ടയുടെ വാഹനങ്ങളല്ല, വേറെ ഏത് വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക. നമ്മളുടെ നമ്പർ ഈ വീഡിയോയിലുടനീളം നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണുള്ളത്. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും പ്രീമിയം വണ്ടികൾ ഉൾപ്പെടെ ഏത് വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നേരിട്ട് ഇവിടുന്ന് വന്ന് വാഹനം എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ മലയാളികൾ തന്നെ നടത്തുന്ന ഹോട്ടലിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളിവിടെ വന്ന് നിങ്ങൾ വാഹനം എടുത്ത് നാട്ടിലെത്തി, നിങ്ങൾ ഈ വാഹനത്തിന് ഞാൻ NOC എടുത്തു തന്നത് നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് തരുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞാനാണ് ചെയ്യുന്നത്. മാത്രമല്ല വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ കൊച്ചിക്കും ബാംഗ്ലൂർക്കും ട്രക്കിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ, ചില സമയത്ത് വിദേശത്തു നിന്നുള്ളവർ ലീവിന് വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും നമ്മളുടെ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ബൈ റോഡ് എത്തിക്കാറുണ്ട്. ബൈ റോഡ് നമ്മൾ വേറെ ആരുടെ കയ്യിലും വണ്ടി കൊടുത്തു വിടത്തില്ല, ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് തരുവാണ് ചെയ്യുന്നത്. വളരെ അത്യാവശ്യമുള്ള ആളുകൾ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ വണ്ടി നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതാണ്. നമ്മൾ വേറെ ആരെ ഏൽപ്പിച്ച് വിട്ട് ഇത് ചെയ്യത്തില്ല, അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവിടെ ഡൽഹിയിൽ തന്നെ ഈ വാഹനങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വാഹനം ആവശ്യമുള്ള കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നിങ്ങൾ എത്തിക്കുക. നമ്മളുടെ ഈ ഫേസ്ബുക്ക് പേജുണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മളെ ഫോളോ ചെയ്യുക. കൂടുതൽ നല്ല നല്ല വാഹനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മിഷൻ. നമ്മൾ അങ്ങനെ ഒരു വിഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് വണ്ടികൾ എങ്ങനെയെങ്കിലും ഒക്കെ വിൽക്കുക എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കുന്ന വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടി എടുത്ത് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എല്ലാവരും നമ്മളെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നല്ല നല്ല വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ബൈ. ഇത് സർവീസ് ബുക്ക്, റിമോട്ട്, സെക്കൻഡ് ചാവി, വണ്ടിയുടെ RC, പൊല്യൂഷൻ, ഇൻഷുറൻസ്, ഇത് നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഉള്ള ഡെലിവറി റെസിപ്റ്റ്, ഫോം 29, ഫോം 30, അഫിഡവിറ്റ്, ഇൻഷുറൻസ് ട്രാൻസ്ഫറിനുള്ള ഫോം, ഓതറൈസേഷൻ ലെറ്റർ, പിന്നെ ഇത് കമ്പനിയുടെ പേരിലായതുകൊണ്ടുള്ള GST, കമ്പനി ഏത് കമ്പനിയാണോ അതിൻ്റെ GSTയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമുക്ക് വരിക ആ കമ്പനിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ അവരുടെ ലെറ്റർ ഹെഡ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കമ്പനിയുടെ പേരിലുള്ള വണ്ടികളാണെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ വണ്ടിയിൽ ലോണോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഏത് ബാങ്കിൻ്റെ ആണോ ബാങ്കിൽ നിന്നുള്ള ലോൺ ക്ലോസ് ചെയ്തതിൻ്റെ NOC അതിൻ്റെയും പേപ്പർ നിർബന്ധമാണ്. നമുക്ക് ഇവിടുത്തെ RTO നാട്ടിലത്തെ RTO നമുക്ക് നിർബന്ധമാണ്. ഇനി ഇതൊരു വ്യക്തിയുടെ പേരിലാണ് ഈ വാഹനം ഉള്ളതെങ്കിൽ നമുക്ക് വ്യക്തി ആരുടെയാണോ രജിസ്റ്റേർഡ് ഓണർ അയാളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പിയും നമുക്ക് NOCയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിവരും. ഇത് കൂടാതെ ഒരു ഫോമും കൂടെ ഉണ്ട്, ഫോം 28. അത് നമ്മളിപ്പോൾ നിലവിൽ RTO NOCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വണ്ടിയുടെ ചേസിസ് പ്രിന്റും എടുക്കാറുണ്ട്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് NOCയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും നാട്ടിലെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും നമുക്ക് ഒരു വാഹനത്തിൻ്റെത് ആവശ്യമായിട്ടുള്ളത്.